21 മോഡൽ ZXi 1.2 വാഗണർ നിങ്ങൾക്ക് കൊണ്ടുപോകാം. ഇതിന് 1.2 ആയതുകൊണ്ട് മൈലേജ് സാധാരണ ഒരു 14-17 ആവറേജ് കിട്ടും ഏകദേശം. 2024 വണ്ടി 1.2 കാപ്പ് എഞ്ചിൻ. ഓക്കെ, 1.2 ആണ്. മാനുവൽ ട്രാൻസ്മിഷൻ വാഹനം. 24 അല്ലേ, 27 വരെ വാറണ്ടി ഉണ്ടാവും അല്ലേ? ഓക്കെ, ഇനി 1 വർഷം വാറണ്ടി, കമ്പനി വാറണ്ടിയിൽ നിൽക്കുന്ന വാഹനമാണ്. ഇതിൽ 3 ഓപ്ഷൻ ആണ് വരുന്നുണ്ട്. X30 80 ലക്ഷം രൂപ അടുത്ത് വരണം അന്ന് എടുക്കുമ്പോൾ സ്റ്റാർട്ടിങ് അല്ലേ? X30 ഡ്രൈവ് അല്ലേ? X40 ഉണ്ട്, X50 ഉണ്ട്, അങ്ങനെ X30 ഡ്രൈവ് ആണിത്. എല്ലാവർക്കും നമസ്കാരം, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളിതാ ബ്രോസ്കാസ്റ്റിലേക്ക് വീണ്ടും എത്തി. സ്വാഗതം സൈൻകാ. ചെറിയ ഗ്യാപ്പിലാണ് എത്തിയത്, അപ്പൊ പെട്ടെന്ന് തന്നെ വണ്ടികളെല്ലാം പോയിട്ടുണ്ട് അല്ലേ? ഓക്കെ, കഴിഞ്ഞ പ്രാവശ്യം നല്ല അത്യാവശ്യം എൻക്വയറി ഉണ്ടായിരുന്നു, വണ്ടികൾ സെയിലായിട്ടുണ്ട്. ചെറിയ ഗ്യാപ്പിലാണ് നമ്മൾ വന്നത്. അപ്പൊ നല്ല ക്വാളിറ്റി ഉള്ള വണ്ടികൾ വിശ്വസിച്ചെടുക്കാൻ പറ്റിയൊരു സ്ഥലം തന്നെയാണ് ബ്രോസ്കാസ്റ്റ്. നമ്മൾ ഒരുപാട് കാലമായിട്ട് ചെയ്യാണ്. ഗുരുവായൂർ മമ്മിയൂരാണ് ലൊക്കേഷൻ വരുന്നത്. മമ്മിയൂർ കുന്നംകുളം റൂട്ടിൽ ലിറ്റിൽ ഫ്ലവർ കോളേജ്, അതിൻ്റെ ഓപ്പോസിറ്റ് ഒരു പമ്പുണ്ട്, രാജ പമ്പ്. അതിൻ്റെ തൊട്ട് അടുത്ത് തന്നെയാണ് ഷോറൂമിൻ്റെ ലൊക്കേഷൻ. നിങ്ങൾ ഗൂഗിളിൽ ഇട്ട് കഴിഞ്ഞാൽ കിട്ടും, കറക്റ്റ് അല്ലേ? ബ്രോസ്കാസ്റ്റ് ഇട്ട് കഴിഞ്ഞാൽ കിട്ടും. കോൺടാക്ട് നമ്പർ ഇതാ വീഡിയോ റൈറ്റ് ഓഫ് കോർണറിലും ഡിസ്ക്രിപ്ഷനിലും കൊടുക്കുന്നുണ്ട്. ഇന്ന് നമ്മൾ എല്ലാ സെഗ്മെന്റും കാണിക്കണ്ടോ? എല്ലാ വണ്ടിയും ഏകദേശം ഉണ്ട്. സഡാണ്ട് ചെറുവണ്ടിയൊക്കെ ഉണ്ട്, ചെറുവണ്ടിയുണ്ട്. കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ ചെറുവണ്ടി സ്റ്റാർട്ടിങ് എത്ര 30,000 തൊട്ട് വണ്ടി ഉണ്ടായിരുന്നു അന്ന്. ഇപ്രാവശ്യം എത്ര ഉണ്ട് സ്റ്റാർട്ടിങ് വരുന്നത്? ഏകദേശം 6 റേഞ്ചിന്റെ ഇല്ല, ഒരു 2 ലക്ഷം ഉണ്ടോ? 2 ലക്ഷം ഉണ്ട്. 6 റേഞ്ച് ഉണ്ട്. ഓക്കെ, എന്തായാലും അതിൻ്റെ മുകളിലോട്ടുള്ള വണ്ടികളാണ് ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത്. അതായത് മിഡിൽ സെഗ്മെന്റ് തന്നെയാണ് കൂടുതലുള്ളത്. പിന്നെ ഒരു സ്പെഷ്യൽ ലക്ഷറിയാണ് ഇവിടെ കിടക്കുന്നത്. ഇന്ത്യയിൽ അങ്ങനെ കാണാത്തൊരു ഐറ്റം ആണ്. അധികം ഇറങ്ങിയിട്ടില്ല. അതെ, അധികം ഇറങ്ങിയിട്ടില്ല. അപ്പോൾ അങ്ങനെ ഒരു റെയർ പീസും കൂടെ ലക്ഷറിയിൽ നിങ്ങൾക്ക് സ്വന്തമാക്കണമെന്നുണ്ടെങ്കിൽ സ്കിപ്പ് ചെയ്യാണ്ട് കണ്ടോ. ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂടണം. പിന്നെ ഇവിടുത്തെ വണ്ടികളുടെ ക്വാളിറ്റിനെ പറ്റി കാര്യമായിട്ട് പേടിക്കേണ്ട ആവശ്യമില്ല. ഇവരെന്താണോ പറയുന്നത് അതങ്ങനെ തന്നെയാണ് ഇതുവരെ നടന്നിട്ടുള്ളത്. അത്രയല്ലേ ഉള്ളൂ അല്ലേ? പല ആൾക്കാരും എന്നെ വിളിച്ച് ചോദിക്കാറുണ്ട്, വാലറ്റ് ടെസ്റ്റിന് കിട്ടും, അവിടെ പോയിട്ട് ചെക്ക് ചെയ്യണോ? ചെക്ക് ചെയ്യാൻ പറ്റുമല്ലോ. കിട്ടും. നിങ്ങൾക്ക് വാലറ്റ് ടെസ്റ്റിന് കൊണ്ടുപോയി ചെക്ക് ചെയ്യാം, ഹിസ്റ്ററി എടുത്ത് തരും, എല്ലാം കൊടുക്കും അല്ലേ? ഓക്കെ, അപ്പോൾ ക്വാളിറ്റിയുടെ കാര്യത്തിൽ പേടിക്കേണ്ട. എന്താണോ വണ്ടിയിൽ പറയുന്നത് ആ കണ്ടീഷനിൽ വണ്ടി കിട്ടും, അത്രയേ ഉള്ളൂ. ഓക്കെ, ബാക്കി വിശേഷങ്ങൾ നമുക്ക് പുറകിൽ കാണാം. അപ്പോൾ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യണം. വീഡിയോയിലേക്ക് പോകാം അല്ലേ? നമ്മൾ പലരും കാർ അടിക്കാൻ മടിക്കുന്നത് എന്തുകൊണ്ടാണ്? കാറിന് അത്യാവശ്യം നല്ല ചിലവ് വരും ഫ്യൂവലിന് അല്ലേ? ആ സമയത്ത് ബൈക്ക് എടുത്ത് പോകുന്നതായിരിക്കും. എന്നാൽ പിന്നെ ഡീസൽ എടുക്കാമെന്ന് ചോദിച്ചാലോ, മെയിൻ്റനൻസ് കൂടിയായിരിക്കും. ഡീസലിന് മെയിൻ്റനൻസ് കൂടും. പെട്രോൾ എടുക്കാമെന്ന് ചോദിച്ചാൽ മൈലേജിൻ്റെ പ്രശ്നം. പക്ഷേ ഈ സാധനം ഒരു 20-25 റേഞ്ച് തന്നെ മൈലേജ് കിട്ടുന്നൊരു വണ്ടിയാണ് അല്ലേ? 2021 എക്സ്പ്രസോ CNG ആണ്. അതുകൊണ്ടാണ് പെട്രോൾ CNG ആണ്. അതുകൊണ്ട് മെയിൻ്റനൻസ് ആയിട്ട് ഡീസൽ പോലെ പേടിക്കേണ്ട ആവശ്യമില്ല അല്ലേ? കൂളായിട്ട് കൊണ്ടു നടക്കാൻ പറ്റും. ഓക്കെ, അത് മാത്രമല്ല പെട്രോളിനേക്കാൾ വിലയും കുറവാണ് CNG അല്ലേ? ഫുൾ ടാങ്ക് ഏകദേശം ഒരു 700 രൂപ വരും. ഫുൾ ടാങ്കിന്. ഓക്കെ, അപ്പോൾ 700 എനിക്ക് തോന്നുന്നു 1 കിലോ അടിച്ചു കഴിഞ്ഞാൽ ഇതൊരു 25-30 അടുത്ത് മൈലേജ് ഉണ്ട്. 30 അടുത്ത് തന്നെ കിട്ടും. 25 മേലെ കൺഫേം അല്ലേ? ഇതിന് സാധാരണ തന്നെ 20 അടുത്ത് മൈലേജ് ഉണ്ട്. CNG കൂടി ആയപ്പോൾ അത് കൂടിയിട്ടുണ്ടാവും. സാധാരണ 1 ലിറ്റർ എഞ്ചിനാണ് വരിക, അത് തന്നെ അത്രയും വരുന്നുണ്ട്. എന്തായാലും CNG ആണ്. 21 കിലോമീറ്റർ CNG ആണ് കേട്ടോ. കമ്പനി ഇൻബിൽട്ട് അല്ല, ഇൻബിൽട്ട് CNG ആണ്. കമ്പനി അഡീഷൻ ചെയ്തോന്നല്ല. കിലോമീറ്റർ എത്രയായി? കിലോമീറ്റർ 85 ഓട്ടം പോയിട്ടുണ്ട്. സ്വാഭാവികം എടുത്തു പോവാലോ. ഓക്കെ, ക്ലെയിം ഒന്നുമില്ലല്ലോ? ഒന്നുമില്ല. സിംഗിൾ ഓണർഷിപ്പ് വണ്ടി, ക്ലീൻ വണ്ടി. ക്ലെയിമില്ല. VXi അല്ല? ഓക്കെ, നീറ്റാണ്. ടയേഴ്സ് കുഴപ്പമില്ല, ഒരു 60% ഒക്കെ ടയേഴ്സ് ഉണ്ട്. അപ്പോൾ എത്ര ഇതിൻ്റെ ചോദ്യം? ഇപ്പോൾ നമുക്ക് ലാസ്റ്റ് ഒരു 3.5 കൊടുക്കാം. 3,50,000 രൂപയ്ക്ക് 2021 സിംഗിൾ ഓണർഷിപ്പ് 80,000 കിലോമീറ്റർ ഓടിയ CNG വരുന്ന ഈ ഒരു എക്സ്പ്രസോ നിങ്ങൾക്ക് കൊണ്ടുപോകാം. കമ്പനി ഇൻബിൽട്ട് CNG ആണ്, അഡീഷൻ ചെയ്തോന്നല്ല. ഫുൾ ലോൺ കയറും. ഏകദേശം നല്ല പ്രൊഫൈലൊക്കെ ഉള്ള ഒരു കസ്റ്റമർ ആണെങ്കിൽ നമുക്ക് ഫുൾ ലോൺ കൊടുക്കാം. ഫുൾ ലോൺ ഒരു ബുള്ളറ്റ് കൊണ്ട് നടക്കുന്ന ലാഘവത്തിൽ നിങ്ങൾക്ക് കാർ കൊണ്ട് അല്ലേ? ഓക്കെ, അടുത്ത വണ്ടിയിലേക്ക്. അടുത്തത് ഒരു അടിപൊളി നൈറ്റ് എഡിഷൻ വെന്യൂ KL60 കാഞ്ഞങ്ങാട് രജിസ്ട്രേഷൻ വണ്ടി. ഇതെങ്ങനെ ഡീറ്റെയിൽ? 2024 വണ്ടി, 1.2 കാപ്പ് എഞ്ചിൻ. ഓക്കെ, 1.2 ആണ്. മാനുവൽ ട്രാൻസ്മിഷൻ വാഹനം. 24 അല്ലേ? 27 വരെ വാറണ്ടി ഉണ്ടാവും അല്ലേ? ഓക്കെ, ഇനി 1 വർഷം വാറണ്ടി, കമ്പനി വാറണ്ടിയിൽ നിൽക്കുന്ന വാഹനമാണ്. എന്ത് ക്ലെയിം വന്നാലും നിങ്ങൾക്ക് കമ്പനി വാറണ്ടി ചെയ്തെടുക്കാൻ പറ്റും അല്ലേ? മെക്കാനിക്കലായിട്ടുള്ള കംപ്ലൈൻറ്റ് എന്ത് വന്നാലും. ഓക്കെ, ഓണർഷിപ്പ് സിംഗിൾ തന്നെയാണ്? സിംഗിൾ ഓണർഷിപ്പ്. കമ്പനി സർവീസ് ഇപ്പോൾ ആയിട്ടുണ്ട്. 29-30 സർവീസ് ആയിട്ടുണ്ട്.
29 കിലോമീറ്റർ ഓടി അല്ലേ? 29,000 കിലോമീറ്റർ ഓടി. 30 ഇപ്പം ചെയ്തിട്ട് ഇപ്പൊ ചെയ്യും. ചെയ്യും അല്ലേ? നമ്മൾ ചെയ്യുകയാണെങ്കിൽ ഇതൊരു 8,75 കൊടുക്കുക നിങ്ങൾ കസ്റ്റമർ ചെയ്യുകയാണെങ്കിൽ. അല്ലെങ്കിൽ 2 ടയർ ഉണ്ട്, അതേപോലെ പോളിഷ് ചെയ്യാണ്ട്, പിന്നെ സർവീസ് ഉണ്ട്, പിന്നെ ഇൻഷുറൻസ് കഴിഞ്ഞിട്ടുണ്ട്, അത് നമ്മൾ വേറെ എടുത്തു കൊടുക്കും. എല്ലാം കൂടി നമ്മൾ ചെയ്യുകയാണെങ്കിൽ 890 വരും. ഓക്കെ. ഈ പറഞ്ഞ കാര്യങ്ങൾ 2 ടയർ മാറുക, സർവീസ് ചെയ്യുക, പോളിഷ് ചെയ്യുക, ഇൻഷുറൻസ് എല്ലാം കൂടെ. ഇൻഷുറൻസ് പിന്നെ എന്തായാലും എടുത്തു കൊടുക്കും. ഇൻഷുറൻസ് ഇല്ല. ഓക്കെ. അപ്പോൾ ഈ 3 കാര്യങ്ങളടക്കം 890 പറയുന്നത്. ഇല്ലെങ്കിൽ 8,45 ഫൈനൽ റേറ്റ്. ഈ കണ്ടീഷൻ കൊടുക്കുകയാണെങ്കിൽ നമുക്ക് 8,45. ഈ കണ്ടീഷനിൽ 8,75,000 രൂപയ്ക്ക് ഫൈനൽ റേറ്റ് നിങ്ങൾക്ക് കൊണ്ടുപോകാം. ഏകദേശം ഒരു 9 ലക്ഷം ലോണും കിട്ടും. ഫുൾ ലോൺ. അതായത് പുതിയ വണ്ടിക്ക് എത്ര ഉണ്ട്? 13 സംതിങ് ഉണ്ട്. 13 സംതിങ്. ഇത് അന്നിറക്കുമ്പോൾ അതിനേക്കാൾ കൂടുതലുണ്ടാവും. അതാണ്. ഓക്കെ. ഇപ്പൊ പിന്നെ വില മാറാൻ പോവാണ്, കൂടാൻ പോവാണ്. GST പിന്നെ ഒഴിവാക്കുന്നതൊക്കെ കേൾക്കുന്നുണ്ട്. അപ്പോൾ താല്പര്യമുണ്ടോ വിളിച്ചോ. ഫുൾ ലോണിൽ അങ്ങോട്ട് ക്യാഷ് ബാക്ക് 10,000. അടുത്ത വണ്ടിയിലേക്ക്. അടുത്തത് ഒരു 7 സീറ്റർ എർട്ടിഗയാണ്. KL 46 ഗുരുവായൂർ. ഇവിടെ തന്നെയാണ് രജിസ്ട്രേഷൻ വരുന്നത്. എങ്ങനെയാണ് ഡീറ്റെയിൽ? ഇത് 2016 ഉണ്ട്. സിംഗിൾ ഓണർഷിപ്പ്. ഇത് ഓട്ടോമാറ്റിക് CVT വരുന്ന വണ്ടി. ഓക്കെ. CVT ഓട്ടോമാറ്റിക് ആണ്, AMT അല്ല. നമ്മൾ വലിയ ലാഗിലാണ്ട് നല്ല പവർ ഓടിച്ചു കൊണ്ടുപോകാൻ പറ്റുന്ന ഗിയർ ബോക്സ് ആണ്. 16 മോഡൽ അല്ലേ? 2016 VXI. മിഡിൽ ഓപ്ഷൻ ആണ്. പെട്രോൾ വണ്ടി. ടയേഴ്സ് വലിയ കുഴപ്പമില്ലാത്ത ടയേഴ്സ് ഉണ്ട് അല്ലേ? 70,000 കിലോമീറ്റർ ഓട്ടം. വേറെ അപാകത റീപ്ലേസ് ഒന്നുമില്ല. നല്ല ക്ലീൻ വണ്ടിയാണ്. ഓണർഷിപ്പ് സിംഗിൾ ഓണർ തന്നെ കിടക്കാണ്. 16 CVT ഓട്ടോമാറ്റിക് VXI 70,000 കിലോമീറ്റർ ഓടിയ ഒരു 7 സീറ്റർ എർട്ടിഗ. അത്യാവശ്യം നല്ല ടയേഴ്സ് ഉണ്ട്. മൈലേജ് CVT ആയതുകൊണ്ട് ഒരു 12-14 വരെയൊക്കെ റേഞ്ച് കിട്ടും മാക്സിമം. ഓക്കെ. 11 to 14 വരെയൊക്കെ ഉണ്ടായി. എത്രയാണ് ചോദിക്കുന്നത്? എത്ര ഇപ്പോൾ നമുക്ക് ലാസ്റ്റ് ഒരു 5,90 കൊടുക്കാം. 5,90,000 രൂപയ്ക്ക് CVT ഓട്ടോമാറ്റിക് എർട്ടിഗ നിങ്ങൾക്ക് കൊണ്ടുപോകാം. 7 സീറ്റർ വണ്ടിയാണ്. 2016 സിംഗിൾ ഓണർഷിപ്പ് 70,000. വലിയ ഓട്ടോ പോയിട്ടില്ലേ? ഒരു ക്ലെയിമില്ല അല്ലേ? ഒരു ക്ലെയിമും ഇല്ല. ഏകദേശം നമുക്ക് ഒരു 5.5 ലക്ഷം വരെ ലോൺ കൊടുക്കാം. 40,000 കണ്ട ഇറക്കി കൊണ്ടുപോകാം അല്ലേ? ഓക്കെ. അത്യാവശ്യം നല്ല ഡിമാൻഡുള്ള ഒരു സെഗ്മെന്റ് ആണ് ഓട്ടോമാറ്റിക്. ഓക്കെ. അടുത്തത് ഒരു ഫുൾ ഓപ്ഷൻ ബലേനോ. ഫസ്റ്റ് ഷേപ്പ് ബലേനോ ആണ്. KL 46 ഗുരുവായൂർ രജിസ്ട്രേഷൻ തന്നെ. ഏറ്റവും ടോപ്പ് എൻ്റെ ആൽഫ. ഓക്കെ. അലോയ്സ്, പ്രൊജക്ടർ ഹെഡ് ലാമ്പ്, പുഷ് ബട്ടൺ കാര്യങ്ങളൊക്കെ വരുന്ന വാഹനമാണ്. ഇനി ഇതിലാകെ ഇപ്പോൾ ബോറായിട്ടുള്ളത് ഇതിൻ്റെ അലോയ്സിൻ്റെ ഉള്ളിൽ കയറ്റിയിട്ട് അവരെന്തോ നീല സ്ട്രിപ്പ് കയറ്റി വെച്ചിട്ടുണ്ട്. അത് റിമൂവ് ചെയ്ത് തരാം. അതിപ്പോൾ കാണുമ്പോൾ ഒരു ബോർ പോലെ ഉണ്ട്. ഓക്കെ. റിമൂവ് ചെയ്ത് ഒഴിവാക്കാം. അങ്ങനത്തെ പ്രശ്നമൊന്നുമില്ല. ഏതാ മോഡൽ കാര്യങ്ങളൊക്കെ? 2015 മോഡല്. 23,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളത്. വളരെ സെക്കൻഡ് ആയിട്ടുണ്ട്. ഓക്കെ. 15,000 മാത്രം. കറക്റ്റ് പീരിയോഡിക് സർവീസ് എല്ലാ ഇഷ്ടമുണ്ടോ? കംപ്ലീറ്റ് 30,000 സർവീസ് 15 മുതലുള്ള കറക്റ്റ് ഉണ്ട് അല്ലേ? 23 ആയുള്ള 30,000 സർവീസ് വരുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ 7,000 കിലോമീറ്റർ കഴിഞ്ഞിട്ട് എത്ര കാലയളവ് എത്ര ഇപ്പോൾ വരുന്നത്? ഇപ്പൊ സർവീസ് ചെയ്തിട്ട് അടുത്തായിട്ടുള്ളൂ. അപ്പൊ ഇനി ഒരു കൊല്ലത്തേക്ക് കഴിഞ്ഞിട്ട് ചെയ്താൽ മതി. അതിൻ്റെ ഉള്ളിൽ ഇപ്പൊ നിങ്ങൾ 2,000 കിലോമീറ്റർ ഓടിയാലും ഒരു കൊല്ലമായിട്ട് ചെയ്താൽ മതി. ഓക്കെ. അപ്പോൾ വേറെ ക്ലെയിമൊന്നുമില്ല? ഒരു ക്ലെയിമുമില്ല. ഒരു നീറ്റ് ബലേനോ ആണ്. ഫസ്റ്റ് ഷേപ്പ്. ലോ കിലോമീറ്റർ. 23,000. 2015 ആൽഫ. ഏറ്റവും ഫുൾ ഓപ്ഷൻ വണ്ടി. എത്ര ഇനി ചോദിക്കുന്നത്? നമുക്ക് ലാസ്റ്റ് ഒരു 4,90 കൊടുക്കാം. 4,90,000 രൂപയ്ക്ക്. അന്ന് ബലേനോ ആൽഫ ഇറങ്ങുമ്പോൾ ഏകദേശം ഒരു 11 ലക്ഷം രൂപ ഉണ്ട് ഏകദേശം. ഓക്കെ. അതാണ് ഇപ്പം 4,90 നിങ്ങൾക്ക് കിട്ടുന്നത്. അത് ഇത്രയും ലോ കിലോമീറ്റർ വണ്ടി. പുതിയ ബലേനോ നിങ്ങൾ നോക്കുകയാണെങ്കിൽ ഷേപ്പും കാര്യങ്ങളൊക്കെ മാറി ഏകദേശം ഒരു 4,45 ലക്ഷം ലോൺ കിട്ടും വണ്ടിക്ക്. ലോൺ കിട്ടും അല്ലേ? അപ്പം വെറും എത്രയാ? 15,000 20,000 ഇറക്കി കൊണ്ടുപോകാം. ചെറിയ എമൗണ്ടിൽ ഇറക്കി കൊണ്ടുപോകാം. ബാങ്ക് സ്റ്റേറ്റ്മെന്റ് വേണം, അതേപോലെ സിവിൽ വേണം. അല്ല അതൊക്കെ ഇതൊന്നും ഇല്ലാണ്ട് പിന്നെ നടക്കില്ല. ബാങ്ക് നമ്മുടെ വകയല്ലല്ലോ. അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് സിബിൽ സ്കോർ ചെക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഈ ഗൂഗിൾ പേയോ അതിനൊക്കെ നിങ്ങൾക്ക് ചെക്ക് ചെയ്യാൻ പറ്റും. സിബിൽ സ്കോറിന് അടി കാണാൻ പറ്റും. അതിൽ പോയി നോക്കിക്കഴിഞ്ഞാൽ നിങ്ങളെ പാൻ കാർഡ് അപ്ഡേറ്റ് ആക്കിയിട്ടുണ്ടെങ്കിൽ, ലിങ്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൽ കറക്റ്റ് നിങ്ങൾ എന്തൊക്കെ ലോൺ എടുത്ത്, എന്തൊക്കെ പേയ്മെൻറ്റ് തിരിച്ചടച്ച്, എത്ര ലേറ്റ് പേയ്മെൻറ്റ് ഉണ്ട്, എല്ലാ ഹിസ്റ്ററിയും അതിൽ സിബിൽ റിപ്പോർട്ട് എത്രയുണ്ട്, നിങ്ങളുടെ സ്കോർ എത്രയാണ്, അത് വരെ അതിൽ കാണിച്ചു തരും. അതിനുശേഷം നിങ്ങൾക്ക് കൊടുക്കാം ഇവരെടുത്ത്. അങ്ങനെയാണെങ്കിൽ പെട്ടെന്ന് റിജക്റ്റ് ആവുന്ന ഒരു ടൈമിൻ്റെ പ്രശ്നം ഉണ്ടാവില്ല. ഓക്കെ. നിങ്ങൾക്ക് തന്നെ അറിയാൻ പറ്റും. അപ്പോൾ താല്പര്യമായിട്ട് വിളിച്ചോളൂ. അടുത്ത വണ്ടിയിലേക്ക്. സത്യം പറഞ്ഞാൽ പല ഷോറൂമിൽ ഞാൻ മാരുതി വണ്ടി കാണിക്കാൻ എനിക്കൊരു മടിയാണ്. കാരണം വെച്ചാൽ ഇതിന് ഡിപ്രിസിയേഷൻ ഉണ്ടാവില്ല. വെറുതെ നമ്മൾ കവല വാങ്ങി വെക്കും അല്ലേ? ഓക്കെ. അപ്പോൾ ഇപ്പോൾ വന്നതിൽ കൂടുതൽ മാരുതി തന്നെ കണ്ടത്. ഓക്കെ. അടുത്തത് മാരുതി തന്നെ. മാരുതി സുസുക്കി സ്വിഫ്റ്റ് ആണ്. KL 46 ഗുരുവായൂർ രജിസ്ട്രേഷൻ വണ്ടി. പക്ഷേ ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത വെച്ചാൽ ഇത് വേഗം പോവുകയും ചെയ്യും. ഇങ്ങനത്തെ അല്ലേ? ഇതെങ്ങനെ ഡീറ്റെയിൽ?
2021 വണ്ടി. 21. ഓക്കെ. LXI ആണ്. VXLക്ക് കൺവെർട്ടർ ആയി. 4 ഡോർ പവർ വിൻഡോ ചെയ്തിട്ടുണ്ട്. 4 ഡോറും ചെയ്തിട്ടുണ്ട്. പവർ വിൻഡോസ് അതിന്റെ കാര്യമായിട്ടുള്ള മാറ്റം അല്ലേ VXLിലേക്ക് വരുമ്പോൾ. ഓക്കെ. 21 കിലോമീറ്റർ എത്രയായി? കിലോമീറ്റർ 70,000 ഓട്ടം പോയിട്ടുണ്ട്. ഒരു 18-20 റേഞ്ച് ഏകദേശം മൈലേജ് കിട്ടുന്ന വണ്ടിയാണ്. ഓക്കെ. ക്ലെയിം എന്തെങ്കിലും ഉണ്ടോ? ഒന്നുമില്ല, ക്ലെയിം ഒന്നുമില്ല. ഓക്കെ, അങ്ങനത്തെ ഒന്നുമില്ല. പവർ വിൻഡോസ് എന്തായാലും അഡീഷണൽ ചെയ്തിട്ടുണ്ട്. എത്ര ചോദ്യം ഇപ്പോൾ? നമുക്ക് ലാസ്റ്റ് ഒരു 480 കൊടുക്കാം. 4,80,000 രൂപയ്ക്ക് ഇതാണ് ഇതിന്റെ വില വരുന്നത്. ഏകദേശം 4 ലക്ഷം രൂപ ലോണും കൊടുക്കാം. ലോണും കിട്ടും. 30,000 രൂപ കണ്ട ഇറക്കി കൊണ്ടുപോകാം. ഇപ്പം അന്ന് നിങ്ങൾ LXIന്റെ റേറ്റ് നോക്കുകയാണെങ്കിൽ എത്ര? 5.5-6? അതെ അതെ, ആ റേഞ്ചിലുണ്ടാവും. 6 ഉണ്ടാവും. ഇപ്പൊ 3 സിലിണ്ടർ അല്ലേ ഈ വണ്ടി ഇറങ്ങുന്നത്. 4 സിലിണ്ടറാണ്. അപ്പോൾ 4,80,000 രൂപയ്ക്ക് നിങ്ങൾക്ക് ഇത് കൊണ്ടുപോകാം. ഒരു 10-30,000 രൂപ കൊണ്ട് ഇറക്കി കൊടുക്കാം അല്ലേ. വീണ്ടും മാരുതി സുസുക്കി തന്നെ KL11 രജിസ്ട്രേഷൻ വരുന്ന ഡിസയറാണ്. എങ്ങനെ ഡീറ്റെയിൽ ഇത്? 2017 മോഡല്. ZXi പ്ലസ്, ഏറ്റവും ഫുൾ ഓപ്ഷൻ പെട്രോൾ വാഹനം. ഈ പ്രോജക്റ്റ് ഹെഡ് ലാമ്പ്, അലോയ്സ്, പുഷ് ബട്ടൺ കാര്യങ്ങളൊക്കെ വരുന്ന ഏറ്റവും ടോപ്പ് എൻഡാണ്. 17 മോഡൽ അല്ലേ? അതെ. ഒരു മാനുവൽ 32,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ കേട്ടോ. ലോ കിലോമീറ്റർ ആണ്. 17 വെച്ച് നോക്കുമ്പോൾ 10 കിലോമീറ്റർ. നമ്മളൊരു പെട്രോൾ വണ്ടീനെ ആവറേജ് ഒരു വർഷം 10,000 കിലോമീറ്റർ വെച്ചിട്ടാണ് കണക്ക് കൂട്ടുക. അത് വെച്ച് നോക്കുകയാണെങ്കിൽ 10 കിലോമീറ്റർ ഏകദേശം ഓടിയിട്ടുള്ളൂ. ക്ലെയിം ഒന്നുമില്ല. നീറ്റ് വണ്ടി ഇല്ല. സിംഗിൾ ഓൺഷിപ്പ് തന്നെ. ഓക്കെ. വെൽ മെയിൻറ്റൈൻഡ് ആണ്. പ്രോപ്പർ ഹിസ്റ്ററി എല്ലാം ഫുള്ള് കമ്പനി സർവീസ് ആണ്. ഇപ്പൊ റീപ്ലേസ് ചെയ്യുന്നുണ്ട്. ചെറിയ പൊട്ടിലും മാറിയുള്ളതാ. ബമ്പർ മാത്രം. ഓക്കെ. അതൊന്നും ഒരു മേജർ മേജർ അല്ലല്ലോ. അപ്പോൾ മൈലേജ് ഉണ്ടാവും. ഒരു 17-19 റേഞ്ച് മൈലേജ് ലോങ്ങില്. എത്ര ഇതിന്റെ ചോദിക്കുന്നത്? ലാസ്റ്റ് നമുക്ക് ഒരു 580,000 കൊടുക്കാം. 5,80,000. 5,80,000 രൂപയ്ക്ക് നമുക്കൊരു ഫൈനലാക്കിയിട്ട് റേറ്റ് ഒന്നും കൂടി പറയാൻ പറ്റുമോ? അത് ഇവിടെ പറഞ്ഞ 6-10 ഞാൻ 30,000 കുറച്ചിട്ട് ഓൾറെഡി പറഞ്ഞ് 75 കൊടുക്കുക. എന്തായാലും സാറ് പറഞ്ഞല്ലേ. ഓക്കെ. 5,70,5,000 രൂപയ്ക്ക് മൂപ്പറേനെ സാറിന് വിളിച്ച് നോക്കണ്ട. അത് ഇവിടുത്തെ ഒരു ഭാഷയാണ്, ലാംഗ്വേജ് ആണ്. ഞാൻ എത്ര വർഷം മാറ്റുന്നില്ല. ഓക്കെ. 5,70,75,000 രൂപയ്ക്ക് നിങ്ങൾക്ക് ഈ ഒരു ZXi പ്ലസ് ഏറ്റവും ഫുൾ ഓപ്ഷൻ ലോ കിലോമീറ്റർ 23,000 പറഞ്ഞേ ഏകദേശം 11 ലക്ഷം രൂപ വണ്ടി കിട്ടും അന്ന് ഇറങ്ങുമ്പോൾ. അപ്പോൾ ഈ ഒരു വാഹനം നിങ്ങൾക്ക് കൊണ്ടുപോകാൻ ലോൺ എത്ര കിട്ടും? ഒരു 5-5 കാലം എന്തായാലും കിട്ടും, മാക്സിമം കിട്ടും. അടുത്ത വണ്ടി ഹ്യുണ്ടായ് i20 KL69 രജിസ്ട്രേഷൻ വാഹനം. ആസ്ട്ര ഓപ്ഷനിലാണോ? ആസ്ട്ര ഓപ്ഷൻ. ഏറ്റവും ടോപ്പിൻ്റെ വാഹനമാണ്. 6 എയർ ബാഗ് കാര്യങ്ങളൊക്കെ വരുന്ന വണ്ടി. പ്രൊജക്ട് ഹെഡ് ലാമ്പ്, ഡയമണ്ട് കട്ട അലോയ് വീല് കാര്യങ്ങളൊക്കെ വരും. ഏതാ മോഡൽ? ഏതാ? 2018 മോഡൽ. 18 ആസ്ട്ര ഓപ്ഷനിലാണ്. ഓക്കെ. ഓട്ടം 70,000 കിലോമീറ്റർ ഓട്ടം. സിംഗിൾ ഓൺഷിപ്പ്. പെട്രോൾ വണ്ടി. ഓക്കെ. 70,000. വെൽ മെയിൻറ്റൈൻഡ് ആണ്. പ്രോപ്പർ മെയിൻറ്റൈൻഡ്. നോക്കണ്ട വണ്ടി. ഒന്നും ചെയ്യാനില്ല. ഞാൻ ഇപ്പൊ ഇന്ന് വന്നിട്ടുള്ള കഴുകിയിട്ട് പോലില്ല. അവിടെ വൈപ്പറിന്റെ താഴെ ചെറിയ ചെളിയൊക്കെ ഉണ്ട്. അപ്പൊ കഴുകിയിട്ട് പോലുമില്ല. അങ്ങനെ തന്നെ വെച്ചേക്കാണ്. എന്താണ് റോ കണ്ടീഷൻ അത് തന്നെയാണ്. ഒന്നും ചെയ്തിട്ടില്ല. അപ്പൊ എല്ലാം ചെയ്ത് ക്ലീൻ ആക്കി കൊടുക്കാം. നമുക്ക് പോളിഷ് ചെയ്ത് കൊടുക്കാം. പോളിഷൊക്കെ ചെയ്ത് ക്ലീൻ ആക്കി തരും. എന്തായാലും മൈലേജ് കുറവായിരിക്കാം. ഒരു 11-14 വരെയൊക്കെ 14 കിട്ടുന്നുണ്ട്. ലോകലൊക്കെ അത്രയും പ്രതീക്ഷിക്കാം. പിന്നെ CNG ചെയ്താൽ കിട്ടും. CNG ഇപ്പോൾ പലരും ചെയ്യുന്നുണ്ട്. പല വണ്ടിയിലും പെട്രോൾ ചെയ്യുന്നുണ്ട്. അത് ചെയ്താൽ കിട്ടും. അപ്പോൾ എത്രയാണ് ഇപ്പോൾ ചോദിക്കുന്നത്? നമുക്ക് ലാസ്റ്റ് 5,75,000 കൊടുക്കാം. 5,70,5,000 രൂപയ്ക്ക് 2018 ആസ്റ്റ അല്ല, ആസ്റ്റ ഓപ്ഷനിലാണ്. ഏകദേശം 11 ലക്ഷം രൂപ അന്ന് റേറ്റ് വില വന്ന വണ്ടിയാണ്. ആസ്റ്റ ഓപ്ഷനിലും തമ്മിൽ തന്നെ എനിക്ക് തോന്നുന്നു 10-30,000 രൂപ മാറ്റമുണ്ട്. അത്രയും വ്യത്യാസമുണ്ട്. അതിൻ്റെ മേലെയൊക്കെ ഉണ്ടാവും. ഓക്കെ. അപ്പോൾ താല്പര്യമുണ്ട് എന്തായാലും വിളിച്ചോളൂ. ലോണ് ഏകദേശം 5,00,000 കിട്ടും. 5,00,000 കിട്ടും. വാഗണർ KL45 ഇരിഞ്ഞാലക്കുട രജിസ്ട്രേഷൻ അല്ലേ? അതെ. ഓക്കെ. ഇതെങ്ങനെ ഡീറ്റെയിൽ? ഇത് 2021 വണ്ടി. ഇത് ZXi. ഓക്കെ. 1.2 ഓക്കെ. 21 ZXi ഫുൾ ഓപ്ഷൻ വാഹനമാണ്. 1.2 ലിറ്റർ റേഞ്ച് വരുന്ന വണ്ടി. ഓട്ടം എത്ര പോയി? ഓട്ടം 62,000. കുറച്ച് ഓട്ടം പോയിട്ടുണ്ട്. അതെ. പിന്നെ ടയേഴ്സ് ഏവറേജ് ആണ്. വേറെ ക്ലെയിമും കാര്യമൊന്നുമില്ല. ഏവറേജ് വെച്ചാൽ ഒരു 10,000 കിലോമീറ്റർ ഒക്കെ ഓടാനുണ്ട്. ടയേഴ്സ് മേലെ ഓടാനുണ്ട്. ഓക്കെ. ഒരു ക്ലെയിമില്ല. ഒരു നീറ്റ് വണ്ടി. ZXi ഫുൾ ഓപ്ഷൻ വാഗണറാണ്. AC പോസ്റ്ററി, ഫോളർ പവറിലും സെൻട്രൽ ലോക്ക്, സ്റ്റീരിയോ കാര്യങ്ങളൊക്കെ വരുന്ന വാഹനം. വൈപ്പർ ഡിഫോറെല്ലാം വരും. എത്രയാ ചോദ്യം? എത്രയാ? ഒരു 4,85,000 കൊടുക്കാം. 4,85,000. ഓക്കെ. 4,75,000 രൂപയ്ക്ക് 21 മോഡൽ ZXi 1.2 വാഗണർ നിങ്ങൾക്ക് കൊണ്ടുപോകാം. ഇതിന് 1.2 ആയതുകൊണ്ട് മൈലേജ് സാധാരണ ഒരു 14-17 ഇഞ്ചിനാണല്ലോ വരുന്നത്. ആ റേഞ്ച്
ആ റേഞ്ച് കിട്ടും ഏകദേശം കേട്ടോ. ഓക്കെ, അടുത്തത് കോമ്പാക്ട് സെഡാൻ കാറ്റഗറി ഹോണ്ട എമൈസ് ആണ്. ഇതും KL45 രജിസ്ട്രേഷൻ തന്നെ, ഇരിഞ്ഞാലക്കുട വണ്ടി. ഇതേതാ മോഡല്? 2023 അതായത് ഇപ്പം ഇറങ്ങുന്നതിൻ്റെ തൊട്ട് മുന്നത്തെ ഷേപ്പാണ് ഈ ഒരു ഗ്രില്ല് വരുന്നത് അല്ലേ? ഓക്കെ, 17,000 കിലോമീറ്റർ ഓടിയുള്ളൂ. സിംഗിൾ ഓണർഷിപ്പ് വണ്ടി, ലോ കിലോമീറ്റർ ആണ്. ഏറ്റവും ടോപ്പ് ഉണ്ട് VX അല്ല, ഏറ്റവും ടോപ്പ്. പുഷ് ബട്ടണും അലോയ്സും എല്ലാം വരുന്ന ഫീച്ചേഴ്സ് വരുന്ന എയർ ബാഗ് കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ലോ കിലോമീറ്റർ ആണ്. ഇതും മൈലേജ് ഒരു 13-16 റേഞ്ച് കിട്ടും. പെട്രോളാണ്. മെയിൻ്റനൻസ് എന്ന് പറയുന്ന സാധനം വളരെ വളരെ കുറവായിരിക്കും. വെറുതെ ഓയിൽ സർവീസ് ചെയ്യാൻ ഓടിക്കുക. ഓടിക്കാണ്ടിട്ട് കഴിഞ്ഞാൽ കുറേ കാലം വെറുതെ വെച്ച് കഴിഞ്ഞാൽ സസ്പെൻഷൻ പണി വരും. വേറെ പ്രശ്നമൊന്നുമില്ല. ഓക്കെ, അപ്പോൾ അതൊന്ന് ശ്രദ്ധിച്ചാൽ മതി. ഇടയ്ക്ക് തലക്കൊന്ന് ഓടിക്കുക അല്ലേ? ഒരു 10 കിലോമീറ്റർ കിട്ടിയാൽ മതി ഒരാഴ്ചയെങ്കിലും. ഓക്കെ, അപ്പോൾ ക്ലെയിമോ കാര്യം ഒന്നുമില്ല. എത്ര ചോദ്യം? എത്രയാ? നമുക്ക് 7,50,000 കൊടുക്കാം. 7,50,000 രൂപയ്ക്ക് 2023 VX ഏറ്റവും ഫുൾ ഓപ്ഷൻ ഒരു ലോ കിലോമീറ്റർ അമേസ് നിങ്ങൾക്ക് കൊണ്ടുപോകാം. സിംഗിൾ ഓണർ വണ്ടി. സർവീസ് എല്ലാം പ്രോപ്പർ? ഫുൾ 20 സർവീസ്. ഓക്കെ, എനിക്ക് തോന്നുന്നു അന്ന് ഫുൾ ഓപ്ഷൻ ഇറങ്ങുമ്പോൾ 10-11 ആ റേഞ്ച് ഉണ്ടെന്ന് തോന്നുന്നു. അപ്പോൾ താല്പര്യമുണ്ടോ വിളിച്ചോളൂ. അടുത്ത വണ്ടിയിലേക്ക് പോകും. അടുത്തത് ഹ്യുണ്ടായി ക്രെറ്റ KL47 കൊടുങ്ങല്ലൂർ രജിസ്ട്രേഷൻ വാഹനമാണ്. ഇതെങ്ങനെ ഡീറ്റെയിൽ? 2021 വണ്ടി, 70,000 കിലോമീറ്റർ ഓട്ടം, സിംഗിൾ ഓണർഷിപ്പ് വണ്ടി. പെട്രോൾ ഏതാ? SX ആ? ഇത് E ആണ്, E+ ആണ്. ബേസിൻ്റെ മേലെ വരുന്നത് അല്ല, തൊട്ട് മേലെ വരുന്നത്. പക്ഷേ ബേസിക് വേണ്ട എല്ലാ ഫീച്ചേഴ്സും ഉണ്ട്. അപ്പോൾ മിറർ അഡ്ജസ്റ്റ്മെൻ്റ് അടക്കം വരില്ലേ? അതെ, അങ്ങനത്തെ എല്ലാ ഫീച്ചേഴ്സും വരുന്നുണ്ട്. 21 മോഡൽ. അതിൽ ടച്ച് സ്ക്രീൻ ചെയ്തിട്ടുണ്ട്. നല്ല വില കൂടി സീറ്റ് കവർ ചെയ്തിട്ടുണ്ട്. അഡീഷണൽ ക്യാമറ ഉണ്ട്. ഓക്കെ, അപ്പോൾ അഡീഷണൽ ഫിറ്റിങ്സും ചെയ്തിട്ടുണ്ട്. അലോയ്സ് ഉണ്ടാവില്ല. മെയിനായിട്ട് പുറത്തുനിന്ന് കാണുമ്പോഴുള്ള ലുക്കുള്ള വ്യത്യാസം ഇതൊക്കെയാണ്. അലോയ്സ്, ഡിഫോഗർ, വൈപ്പർ അങ്ങനത്തെ ഒന്നും ഉണ്ടാവില്ല ബാക്കിൽ. ഓക്കെ, അപ്പോൾ എത്ര ചോദ്യം? എത്രയുണ്ട്? ഇതിൽ നമുക്ക് ലാസ്റ്റ് ഒരു 8,75 കൊടുക്കാം. 21 മോഡൽ അല്ലേ? 8,75,000 രൂപയ്ക്ക് ഈ ഒരു ക്രെറ്റ നിങ്ങൾക്ക് കൊണ്ടുപോകാം. ഓക്കെ, പെട്രോളാണ്. മൈലേജ് ഒരു 15 വരെയൊക്കെ കിട്ടും. ഓക്കെ, അടുത്തത് ഹോണ്ട ജാസ് ആണ്. KL8 തൃശ്ശൂർ രജിസ്ട്രേഷൻ വാഹനമാണ്. ജാസ് ഏതാ? പെട്രോളോ ഡീസലോ? ഇത് 2017-18 പെട്രോൾ ഓട്ടോമാറ്റിക് CVT ഗിയർ ബോക്സ് ആണ്. ഏതാ? VX ആണോ? ഫുൾ ഓപ്ഷൻ V ആണ്. ഫുള്ളിൻ്റെ തൊട്ട് താഴെ ചെറിയ സ്റ്റീരിയോയിൽ എന്തോ മാറ്റമുള്ളൂ അല്ലേ? ബാക്കി ഓൾമോസ്റ്റ് എല്ലാ ഫീച്ചേഴ്സും ഉണ്ടാവും. പുഷ് ബട്ടൺ വരുമോ? ബട്ടൺ സ്റ്റാർട്ട് ഇല്ല. ബട്ടൺ സ്റ്റാർട്ട് ഉണ്ടാവില്ല, അതാണ് മാറ്റം. ഓക്കെ, മെയിൻ മാറ്റം അതാണ്. അലോയ്സ് കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ഓക്കെ, പവർ വിൻഡോസ്, അഡ്ജസ്റ്റ്മെൻറ്റ്, റിവേഴ്സ് ക്യാമറ അതൊക്കെ ഉണ്ട്. ഫ്രണ്ടിൽ നല്ല ടയേഴ്സാണ്, പുറകിൽ വലിയ കുഴപ്പമില്ല. ഓക്കെ, 17 മോഡൽ 18 രജിസ്ട്രേഷൻ ആണ്. ഓട്ടോ എത്ര പോയി? ഓട്ടോ 70,000 കിലോമീറ്റർ. 70,000 CVT ആണ്. നമ്മൾ നേരത്തെ ഇരട്ടിക്കാനെ കൊണ്ട് പറഞ്ഞ പോലെ തന്നെ നല്ല മൈലേജ് ഉണ്ടാവും. മൈലേജ് അല്ല, പവർ ഉണ്ടാവും. മൈലേജ് കുറയും. ഓക്കെ, മൈലേജ് സാധാരണ ഒരു 12-15 കിട്ടുമെങ്കിൽ ഇതാകുമ്പോൾ ഒരു 10-14 വരെ ഉണ്ടാവും അല്ലേ? ഓക്കെ, അപ്പോൾ എത്രയാണ് ചോദിക്കുന്നത്? എത്രയാണ്? നമുക്ക് ലാസ്റ്റ് ഒരു 5,500 കൊടുക്കാം. 5,50,000 രൂപയ്ക്ക് 17 മോഡൽ 18 രജിസ്ട്രേഷൻ B ഓപ്ഷൻ CVT ഓട്ടോമാറ്റിക് ജാസ് ആണ് നിങ്ങൾക്ക് കിട്ടുന്നത്. 17 മോഡലോട് 18 രജിസ്ട്രേഷൻ. ലോണ് ഒരു 19,000 ഒക്കെ ഇറക്കാൻ പറ്റുമോ? ഏകദേശം 5 ലക്ഷം ലോൺ കിട്ടും. ഫുള്ളതിനായിരം കിട്ടും. വീണ്ടും ഒരു എർട്ടിക. ഇത് ഡീസലാണ്. KL46 ഗുരുവായൂർ രജിസ്ട്രേഷൻ വണ്ടി. 7 സീറ്ററിൽ ഒരു 17-18 മൈലേജ് നോക്കുന്നുണ്ടെങ്കിൽ കണ്ണും മൂട്ടിയെടുക്കാം. വേറെ വണ്ടി ഇല്ല അല്ലേ 7 സീറ്ററിൽ അത്രയും മൈലേജ് ഉള്ള? എങ്ങനെയാണ് ഡീറ്റെയിൽ? ഇത് 2013 വണ്ടിയാണ്. 60,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. ലോ കിലോമീറ്റർ ആണ് കേട്ടോ. ആ ഒരു വർഷം വെച്ച് നോക്കുമ്പോൾ പീരിയോഡിക് സർവീസ് ഒക്കെ കറക്റ്റ് പോയതാ? കറക്റ്റ് സർവീസാണ്. ഓക്കെ, 13 ലോ കിലോമീറ്റർ എർട്ടിക്കയാണ്. 7 സീറ്റർ, അതും ഡീസൽ. വീഡിയോ. ഓക്കെ, മിഡിൽ ഓപ്ഷൻ വണ്ടി. ക്ലെയിം ഒന്നുമില്ലല്ലോ? ഒന്നുമില്ല. എത്ര ചോദ്യം? എത്രയാ? നമുക്ക് 5 രൂപ. 5 ലക്ഷം. 13 പെട്രോളിന് പിന്നെ 1.5 ലക്ഷം ഓടിയ വണ്ടിക്ക് അല്ല, 1.25 1.5 മേലെ ഓടിയ വണ്ടിക്ക് ചിലപ്പോൾ 3 ലക്ഷത്തിനൊക്കെ കിട്ടും. കസ്റ്റമർ വണ്ടി, അവർക്ക് 5 ലക്ഷം കിട്ടണമെന്ന് പറഞ്ഞു. കസ്റ്റമർ പാർക്ക് അല്ല, അത് പെട്രോൾ ആണെങ്കിൽ അതിൽ തന്നെ ഡീസൽ ആണെങ്കിൽ ചിലപ്പോൾ ഒരു 3-4 അടുത്ത് വരും. ഇത് വളരെ ലോ കിലോമീറ്റർ ആണ്. അപ്പോൾ ലോ കിലോമീറ്റർ ആണ്. ആ ഒരു വ്യത്യാസമാണ് പറഞ്ഞത്, വേറെ ഒന്നുമല്ല. വണ്ടിയുടെ ക്വാളിറ്റിക്ക് അനുസരിച്ച് മാറ്റം വരും. പിന്നെന്ന് വെച്ചാൽ കസ്റ്റമർ ചോദിക്കുന്നതാണ്. ഡയറക്റ്റ് കസ്റ്റമർ സംസാരിച്ച് എന്തെങ്കിലും കുറച്ച് കിട്ടി നമുക്ക് മേടിച്ചു കൊടുക്കാം. അപ്പോൾ ലോ കിലോമീറ്റർ ഡീസൽ വണ്ടി തപ്പുന്നുണ്ടെങ്കിൽ ഇതാ ഒരു സാധനം ഉണ്ട്. അത്രയേ ഉള്ളൂ അല്ലേ? ഓക്കെ, അടുത്ത വണ്ടിയിലേക്ക്. അടുത്തതാ നമ്മൾ ഇന്ത്യൻ നിരത്തുകളിൽ അങ്ങനെ അങ്ങോട്ട് കാണാത്ത ഒരു മിഡ് സൈസ് SUV സെഗ്മെന്റ് ആണ്. BMW X6 ആണ്. ഇത് KL58 രജിസ്ട്രേഷൻ. കേരള വണ്ടിയാണോ? ഇത് കേരള വണ്ടിയാണ്. ഒറിജിനൽ കേരള.
KL58 തലശ്ശേരി രജിസ്ട്രേഷൻ ആണ്, കണ്ണൂർ തലശ്ശേരി. കൂപ്പേ ടൈപ്പാണ് വരിക, കൂപ്പേ ടൈപ്പ് മിഡ് സൈസ് SUV ആണ് അല്ലേ? ഓക്കെ. എങ്ങനെയാണ് ഡീറ്റെയിൽ ഇത്? ഇത് 2012 മോഡൽ, സെക്കൻഡ് ഓണർഷിപ്പ്. 12 മോഡൽ സെക്കൻഡ് ഓണർഷിപ്പ്. ഇപ്പം ഡിസ്കണ്ടിന്യൂഡ് ആണ് വെഹിക്കിള്. 12 സെക്കൻഡ് ഓണർഷിപ്പ് അല്ലേ? ഓക്കെ. ബാക്കി ഓട്ടം 1 സംതിങ് ഓട്ടം. 1 സംതിങ്. ഒന്നിനെ അടുപ്പിച്ച് തന്നെയാ? അതെ. ഓക്കെ. അപ്പോൾ പ്രോപ്പർ സർവീസ് എല്ലാം ഉണ്ടോ? സർവീസുള്ള വണ്ടിയാണ്. BM തന്നെ പ്രോപ്പർ സർവീസ് എല്ലാം ഉണ്ട് അല്ലേ? ഓക്കെ. ക്ലെയിം എന്തെങ്കിലും റീപ്ലേസ്മെന്റ് എന്തെങ്കിലും? ഇല്ല, ഒന്നുമില്ല, റീപ്ലേസ് ഒന്നുമില്ല, ഒന്നും സംഭവിച്ചില്ല. 1 സംതിങ് ഓടിയിട്ടുണ്ട്. 2012. ഇതിൽ 3 ഓപ്ഷൻ ആണ് വരുന്നുണ്ട്. X30 80 ലക്ഷം രൂപ അടുത്ത് വരണം അന്ന് എടുക്കുമ്പോൾ സ്റ്റാർട്ടിങ് അല്ലേ? X30 ഡ്രൈവ് അല്ലേ? X40 ഉണ്ട്, X50 ഉണ്ട്. അങ്ങനെ X30 ഡ്രൈവ് ആണിത്. മറ്റേത് വരുമ്പോൾ എനിക്ക് തോന്നുന്നു അന്ന് തന്നെ 50 ഒക്കെ വരുമ്പോൾ 1 കോടി ആ റേഞ്ച് അന്ന് വില ഉണ്ട്. ഇതിന് 80 ലക്ഷമാണ് ഈ ഒരു ഓപ്ഷന് വില വരുന്നത്. പിന്നെ എത്ര ഇനിയിപ്പോൾ ചോദിക്കുന്നത് എത്രയാണ്? നമുക്ക് ലാസ്റ്റ് ഒരു 19.5 കൊടുക്കാം. 19.5. 19,50,000 രൂപയ്ക്ക്. അന്ന് ഏകദേശം 80 ലക്ഷം വില വന്ന വണ്ടിയാണ്. ഇപ്പോൾ 19,50,000 രൂപയ്ക്ക് നിങ്ങൾക്ക് ഈ ഒരു BMW X6 കൂപ്പേ ടൈപ്പ് വാഹനം കൊണ്ടുപോകാം. അപ്പോൾ ഒരു എന്താ പറയുക, ഒരു വെറൈറ്റി ലുക്ക് ആയിരിക്കും അല്ലേ? സാറിനെ കാണുന്നൊരു സെഗ്മെന്റ് ഒക്കെ അല്ല, കണ്ടിട്ടേ ഇല്ല. അതാ പറഞ്ഞത്. അപ്പോൾ എടുത്തുകൊണ്ട് പോകുമ്പോൾ ഒരു വെറൈറ്റി ലുക്ക് ആയിരിക്കും അല്ലേ? നിങ്ങൾ കൊണ്ടുപോകുകയാണെങ്കിൽ 19 ലക്ഷത്തിന് 12 മോഡൽ. അന്ന് ഏതാ വീലിന്റെ സ്പേസ് ഒക്കെ വരുന്നത് 19 അറിയാം. അത് ശരി, അങ്ങനെ. ഓക്കെ. പിന്നെ 3000 cc ആണ്, 2993 അത്രയാണ് വരിക. 3 ലിറ്റർ എഞ്ചിനാണ്. അപ്പോൾ 19 ലക്ഷത്തിന് കൊണ്ടുപോകാം. ലോൺ കിട്ടും ഇതിന്? ലോൺ ഏകദേശം 1.5 വർഷമൊക്കെ കിട്ടുള്ളൂ. അത് എത്ര കിട്ടാൻ ചാൻസ് ഉണ്ട്? 10 ലക്ഷം കിട്ടും. 10 ലക്ഷം വരെ കിട്ടും. 14 ലക്ഷം രൂപ IDV ഉണ്ട്. IDV ഉണ്ട് അല്ലേ? അപ്പോൾ താല്പര്യമുണ്ട് എന്തായാലും വിളിച്ചോ. ഫുൾ സർവീസ് എല്ലാം BM കഴിഞ്ഞാണ്. 19 ലക്ഷത്തിന് X30 ഡ്രൈവ് നിങ്ങൾക്ക് ഈ ഒരു X6 കൊണ്ടുപോകാം. 2012 മോഡലാണ്. വേറെ ഒന്നുമില്ല ചെയ്യാൻ, ഒന്നുമില്ല. അപ്പോൾ തൽക്കാലം നമ്മൾ വൈൻഡപ്പ് ചെയ്യാണല്ലേ? അപ്പോൾ വേറെ കുറച്ച് വാഹനങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മൾ മൊത്തത്തിൽ റീലിലൊക്കെ കാണിക്കുന്നുണ്ട്. ഏത് വേണമെന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് ഇങ്ങോട്ടേക്ക് കോൺടാക്ട് ചെയ്യാം. കോൺടാക്ട് നമ്പർ വീഡിയോ റൈറ്റ് ഓഫ് കോർണറിലും ഡിസ്ക്രിപ്ഷനിലുണ്ട്. ആ നമ്പറിലേക്ക് വിളിച്ചാൽ മതി. അപ്പോൾ ഇതിപ്പോൾ നമുക്ക് ഇവർക്ക് അടുത്ത എവിടെയെങ്കിലും BMന്റെ ഷോറൂം ഉണ്ടോ? കൊണ്ടുപോയി ചെക്ക് ചെയ്യാൻ പറ്റും? കൊണ്ടുപോയി ചെക്ക് ചെയ്യാം. അതിനുള്ള സൗകര്യം ഒരുക്കി തരും. അപ്പോൾ എന്തായാലും ആ നമ്പറിലേക്ക് വിളിച്ചോളൂ. വീഡിയോ ഇഷ്ടമാണെങ്കിൽ എന്നത്തെ പോലെ തന്നെ മാക്സിമം ഷെയർ ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ തന്നെ കമൻസിൽ രേഖപ്പെടുത്തുക. എല്ലാവർക്കും നന്ദി. അടുത്തൊരു വീഡിയോ കാണാം. താങ്ക് യു. ബൈ.